അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊട്ടി പോവാണ്. അപ്പം റോഡ് ട്രിപ്പ് ടു ഊട്ടി, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഊട്ടി പോയിട്ട് നമുക്ക് ട്രെയിനിലൊക്കെ നോക്കാൻ പോയിട്ട് ടിക്കറ്റൊക്കെ കിട്ടുമെന്ന്. അപ്പോൾ നേരെ നമുക്ക് ഊട്ടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ റോഡ് ട്രിപ്പ് ടു ഊട്ടി. അപ്പം നമ്മൾ പോകുന്നത് പറഞ്ഞാൽ വയനാട് ചുരം കയറി സുൽത്താൻ ബത്തേരി ടച്ച് ചെയ്ത് അവിടെ നിന്ന് നേരെ മുത്തങ്ങ വഴി ഫോറസ്റ്റ് കൂടെ ഒരു 4-5 ഫോറസ്റ്റ് കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് പോവാ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കുക. അപ്പോൾ ഗൈസ് നേരം പലപരാന്ന് വെളുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വയനാട് ചുരം കയറി ഇപ്പോൾ സുൽത്താൻ ബത്തേരിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. സുൽത്താൻ ബത്തേരിത്തെ റോഡാണ് ഗൈസ്. ഈ റോഡ് നേരെ പോയി ചെല്ലുന്നത് മുത്തങ്ങ ഫോറസ്റ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് പോകുന്നത് മുത്തങ്ങയിലേക്കാണ്. മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് ഇങ്ങനെ പോകും. നല്ല തണുപ്പുണ്ട്, എല്ലാ കാഴ്ചകളും കൊണ്ട് നമ്മളങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് എത്തി. ഇതാണ് മുത്തങ്ങ ഫോറസ്റ്റിലെ ചെക്ക് പോസ്റ്റ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അവിടെ നിന്ന് നേരെ കയറി കാണാൻ പോകുന്ന കാഴ്ചകൾ മുത്തങ്ങ കാട്ടിലെ കാഴ്ചകളാണ്. ഓക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരി. അത് കഴിഞ്ഞിട്ട് അടുത്ത് കുറച്ച് മുൻപ് അപ്ഡേറ്റ് തരാം. അപ്പോൾ ഗൈസ് നമ്മളെ കേരളത്തിൻ്റെ മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞ് ഇനി അടുത്ത ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് ഫോറസ്റ്റിലേക്കാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഫോറസ്റ്റിലത്തെ വീഡിയോ ആണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി നേരെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കയറാം. വഴികളിലും പോകാൻ നീയുണ്ടിൽ പോര് പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ മഴ മൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട് പേമാരിക്കോളും വന്നേ കാറിൻ കലമേലെ കണ്ടേ. അങ്ങനെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞ്. അപ്പോൾ ബാക്കിൽ കാണുന്നതാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. അതിനുള്ളിൽ കൂടെ വന്ന് അപ്പോൾ വണ്ടി നിർത്താൻ പറ്റൂല അവിടെ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൃഗങ്ങൾ ഇങ്ങനെ പാസ് ചെയ്യുന്നതിനെ കൊണ്ട് അപ്പം മെല്ലെ പോകാൻ പാടുള്ളൂ. അങ്ങനത്തെയൊക്കെ കുറേ ഇതുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ ഗുണ്ടൽപേട്ടിലേക്ക്. ഇനിയിപ്പോൾ ഗുണ്ടൽപേട്ട് എത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞ് നേരെ ഗുണ്ടൽപേട്ടേക്കുള്ള റോഡാണിത്. അപ്പോൾ ഇതുവഴി പോയിട്ട് നമുക്ക് ഇനിയിപ്പോൾ തമിഴ്നാട് എത്തിയിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ എത്തുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു കേരളീയ ഹോട്ടലാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു മസാല ദോശ ഓർഡർ ചെയ്ത് അപ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ പോകാൻ പോകുന്നത് ഗുണ്ടൽപേട്ടിലേക്കാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ കാണുന്ന റോഡാണ് മസനഗുഡി റോഡ്. അപ്പോൾ നമ്മൾ മസനഗുഡിയിലേക്ക് കയറി കഴിഞ്ഞ് ഇനി നേരെ ഊട്ടിയിലേക്കാണ്. കല്ലുട്ടിച്ചുരം വഴി ഊട്ടിയിലേക്കാണ് ഇനി കയറാൻ പോകുന്നത്. അപ്പം നേരെ നമുക്ക് കല്ലുട്ടിച്ചുരത്തേക്ക് പോകും. അപ്പോൾ ഈ കാണുന്ന മസനഗുഡി. മായാലോകം കണ്ടു രസിക്കാൻ ഏനുണ്ടട തന്തോയം മേഘത്തേരിൽ പാറി നടക്കാൻ ഏനുണ്ടട തുള്ളാട്ടം കാടിൻ നടുവിൽ കൂടുണ്ടാക്കാൻ കാലങ്ങൾ താണ്ടുമ്പോൾ പാരിൻ മറവിൽ പ്രായം മറയും കാലം അതുവഴി മാറും അലതല്ലും തിരകളെയൊന്നായി കൈക്കുമ്പിൾ കോരിയെടുത്തേ തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തി കിളിയതു ചൊന്നേ അലതല്ലും തിരകളെയൊന്നായി കൈക്കും
മസനഗുഡിയും കഴിഞ്ഞ് മുതുമലയും കഴിഞ്ഞ് അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതൊരു സ്ഥലത്ത് എത്തി. നമ്മളിപ്പോൾ ചുരം കയറാൻ വേണ്ടി പോവാണ്. 39 എയർപിന്നുള്ള നമ്മളെ തമിഴ്നാടിൻ്റെ ചുരം കയറാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ഡയറക്റ്റ് ഊട്ടിയിലേക്കാണ് പോകുന്നത്. അപ്പം ഇനിയിപ്പോൾ ചുരം കാണിച്ചു തരാം. പോകുന്നതാക്കി ചെറുങ്ങനെ നിർത്തിയാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പ് ഇപ്പം ഇല്ല, തണുപ്പ് കുറവാണ്. അപ്പം വെള്ളം കുടിക്കാൻ നിർത്തിയാണ്. ഇപ്പോൾ വെള്ളം കുടിച്ചിട്ട് ഇപ്പോൾ ഇളക്കി പോകണം. ചുരം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വലിയൊരു ചുരമാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, വണ്ടി ഒറ്റയ്ക്ക് ഓട്ടുന്നതിനെ കൊണ്ട് ഒരു മുന്നിൽ പോയി എല്ലാവരും. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇവിടെ. അപ്പോൾ കിടലൻ നല്ല തണുപ്പിൽ നല്ലൊരു ചായ കുടിച്ചാൽ എന്ത് സുഖമാണ് ഗൈസ്. അപ്പം നമ്മൾ പോകുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഊട്ടി ഇതാണ് ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ. ഇന്നാണ് മൊത്തം ട്രെയിനല്ല, ഒറ്റ ട്രെയിനേ ഉള്ളൂ. ഇതിപ്പോൾ എടുക്കാൻ എനിക്ക് അറിയില്ല ഗൈസ്, നോക്കട്ടെ കാണിച്ചു തരാം. എത്തി. ഭയങ്കര തണുപ്പാണ് ഊട്ടിയിൽ. ഭയങ്കര തണുപ്പാണെന്ന് വെച്ചാൽ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. ചെറുങ്ങനെ മഴ ചാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ടിക്കറ്റ് കിട്ടും, പക്ഷേ ഞങ്ങൾക്ക് റിട്ടേൺ ഉള്ള കിട്ടാത്തതിനോട് നമ്മൾ കയറിയില്ല. നമുക്ക് വണ്ടി എവിടെയാണുള്ളത്. അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ കുന്നൂർ പോകേണ്ടി വരും. ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഊട്ടി ട്രെയിൻ ഇല്ല. അപ്പോൾ നമ്മൾ കുടുങ്ങും. അപ്പോൾ അതിനോടൊന്നും കയറുന്നില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കയറാമല്ലോ. നമുക്കിനി ഊട്ടിത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടോളൂ. ബാക്കി നമുക്ക് അതൊക്കെ കണ്ടിട്ട് മെല്ലെ വരാം. ഓക്കെ. അപ്പോൾ ഗൈസ് അവിടെ നിന്ന് ട്രെയിൻ വരുന്നത്. ഇത് വേറെ ഏതൊരു ട്രെയിനാണ്. ഇതും ടോയ് ട്രെയിനാണ്. ഇതൊന്ന് ബസ്സിൻ്റെ ഹോണാണ് ട്രെയിനിന്. അപ്പോൾ ഗൈസ് ആ ചങ്ങായി എന്നെ കണ്ടാണോ അറിയില്ല, വളരെ നല്ല ഹോണടിയാണ്. അതിനെക്കൊണ്ടാണ് ഈ സൗണ്ട് അവിടെ നിന്ന് കട്ടാക്കിയത്. അപ്പോൾ ഇതാണ് ട്രെയിൻ. ഈ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂൾ പൂട്ടിയതിനെ കൊണ്ട് എല്ലാവർക്കും സീസൺ ആയതുകൊണ്ട് ടിക്കറ്റ് ഉണ്ട്. അതായത് ഒരു മാസത്തേക്കായിട്ടാണ് ടിക്കറ്റ് ഉള്ളത്. അതായത് ബുക്ക് ചെയ്യേണ്ട. നിങ്ങൾ ഊട്ടി പോയി കഴിഞ്ഞാൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട. എന്തായാലും ട്രിപ്പിൻ്റെ ടിക്കറ്റ് കിട്ടും, പക്ഷെ അത് രാവിലെ തന്നെ പോയി ബുക്ക് ചെയ്യണം. എന്നാലേ മാത്രമേ നിങ്ങൾക്ക് ആ ട്രിപ്പിൻ്റെ ടിക്കറ്റ് കിട്ടുള്ളൂ. അത് പറഞ്ഞെങ്കിൽ ഒരു ഊട്ടിയിട്ട് 4-5 സ്ഥലവും ഈ ട്രെയിനിൽ കാണിച്ചിട്ട് അപ്പം തന്നെ തിരിച്ച് റിട്ടേൺ വരുന്നതാണ്. നമ്മൾ ഈ ട്രെയിനിൽ കയറണം എന്ന് വിചാരിച്ച്, പക്ഷേ ഇതിന് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഞങ്ങൾ മുന്നേ വരുന്നതിന്, പക്ഷേ ഞങ്ങൾ വരുന്നില്ല. കുറച്ച് നേരത്തെ പോയാലും കിട്ടേനു, പക്ഷേ എന്തോ അറിയില്ല, കിട്ടിയില്ല. അപ്പോൾ ലാസ്റ്റ് ഈ ട്രെയിനിലും കയറിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകേണ്ടി വരും. എന്നാൽ മാത്രമേ ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളെ സാധാരണ എഞ്ചിനാണ്, അതായത് നമ്മളെ പഴയ ട്രെയിനിൻ്റെ എഞ്ചിൻ തന്നെ. അപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഈ കാണുന്നതാണ് നീലഗിരി ഹിൽസ്, അതായത് ഊട്ടിയിലെ മെയിൻ തേയിലത്തോട്ടം അങ്ങനെ വേണം പറയാൻ. അത് എനിക്ക് അറിയത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് മെയിൻ ഊട്ടിയിലെ തേയിലത്തോട്ടം. അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയാണ് അവിടെ. ഊട്ടിയിൽ ഇപ്പോൾ പോകേണ്ട ക്ലൈമറ്റാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്.